40 കഴിഞ്ഞ് എന്നെപ്പോലെയുള്ള സാധാരണക്കാരുടെ ഒരു സാധാരണ പ്രശ്നമാണ്. കയ്യിലൊന്നും ബാക്കിയാവുന്നില്ല. ഒന്നും ഒരു അത്യാവശ്യത്തിന് പോലും കയ്യിലെടുക്കാൻ ഒരു അഞ്ചിന്റെ പൈസ ഇല്ല എന്നുള്ളത് നമ്മളെല്ലാം ഒരു വലിയ മേജർ പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനാണ് നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്താൽ തന്നെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ വെറുതെ ഒരു ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് 1 പവൻ ഗോൾഡ് വാങ്ങി വെച്ചിരുന്നു. ജസ്റ്റ് എക്സ്പെരിമെന്റിന് വേണ്ടി വാങ്ങി വെച്ചത്. എന്താണ് സിറ്റുവേഷൻ, മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയുക. 30 റിയാലിനാണ് 1 ഗ്രാം ഗോൾഡ് ഞാൻ വാങ്ങിച്ചത്. 1 ഗ്രാം ഗോൾഡ് 30 റിയാൽ. അപ്പൊ ഞാൻ 8 ഗ്രാം 1 പവൻ വാങ്ങിച്ചപ്പോൾ 240 റിയാലായിരുന്നു. ഒരു വർഷം മുമ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വെറുതെ അതിന്റെ അപ്രിസിയേഷൻ എന്താണ് ഇപ്പോഴത്തെ ഗോൾഡിന്റെ അവസ്ഥ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് 51 റിയാലാണ്. 51 റിയാല് 1 ഗ്രാമിന്. അപ്പോൾ ഏകദേശം 408 റിയാല്. അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് 168 റിയാലിന്റെ അപ്രിസിയേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 പവൻ ഗോൾഡിന്റെ വില. അപ്പോൾ ഗോൾഡ് എത്രമാത്രം നമുക്ക് നല്ല ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കുകയാണ്. നമ്മളെ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒരു 200 റിയാലും മുതൽ മേലെ ശമ്പളം വാങ്ങുന്ന ആർക്കും ഒരു മാസം എല്ലാം മാറ്റിവെച്ച് ഒരു 40 റിയാൽ 50 റിയാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം ഗോൾഡ് വാങ്ങിക്കാം. അപ്പോൾ അത് വെച്ച് നമ്മൾ 12 മാസം അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ 12 ഗ്രാമായി, 1.5 പവനായി. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ പോലും വലിയൊരു മാറ്റമാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഉണ്ടാകുന്നത്. അതായത് വലിയൊരു അസറ്റായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ഫണ്ട്, എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് ഈ ഒരു ഫണ്ട് മാറും. ഞാൻ എൻ്റെ കല്യാണ സമയത്ത് 2007 1 പവൻ സ്വർണത്തിന് 7,500 രൂപയായിരുന്നു നാട്ടിൽ വരാൻ. ഇപ്പം 90,000 രൂപയാണ്. അന്ന് 100 പവൻ കയ്യിലുണ്ടായിരുന്ന ഒരാൾക്ക് 7.5 ലക്ഷമാണ് അന്ന് അയാളുടെ കയ്യിലുള്ളത്. 100 പവൻ ഉണ്ടായിരുന്നു. ഇന്ന് അതേ 100 പവൻ അയാൾ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഇന്ന് 90 ലക്ഷമാണ് അയാളുടെ കയ്യിലുണ്ടാവും. അതായത് അതിന്റെ അപ്രീസിയേഷൻ, നമ്മളിപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അതിന് ഡബിളോ 15 ലക്ഷം, 7 ലക്ഷത്തിന്റെ ഡബിളാണ് ഇൻഫ്ലേഷൻ എന്ന് വിചാരിച്ചത്, 15 ലക്ഷം. എന്നാൽ പോലും അതിനൊക്കെ മറികടന്ന് എത്രയോ ഉയരത്തിലാണ് അതിന്റെ അപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് ഈസ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാണ്, സാധാരണക്കാരായ ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു